തുടർന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള പേടിയിൽ മസൂദ് അസറിനെയും ഹാഫിസ് സയ്യിദിനെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന്. ഇപ്പോൾ ഒരു ബൈറ്റ് കേൾക്കാം, അതിലേക്ക് വരാം. ഒരു ബൈറ്റ്. पाकिस्तानी और इंडिया ने जंग शुरू कर दी है। अभी मेरे बहावलपुर सिटी के अंदर मौलाना मसूद अजहर साहब के जो है मदरसा है उसके ऊपर 4 मिसाइल दागे गए हैं। 4 मिसाइलों के साथ हमला किया गया है मौलाना मसूद अजहर साहब के मदरसे के ऊपर। हम अपनी अफवाज पाकिस्तान के साथ खड़े हैं, लेकिन मेरा सवाल है कि हमारी एजेंसीज कहाँ सोई हुई थी, हमारी अफवाज पाकिस्तान कहाँ सोई हुई थी जब ये हमला हुआ। मुजफ्फराबाद की भी खबर आ रही है कि मुजफ्फराबाद वाली साइड पर भी ये अटैक हुआ है, लेकिन सबसे पहले मेरे बहावलपुर सिटी के अंदर अटैक हुआ है ब्लास्टिक मिसाइल के साथ। उन्होंने हमला किया है मौलाना मसूद अजहर साहब के मदरसे के ऊपर 4 मिसाइल मारे गए हैं। अभी ये कहना कबल वक्त है कि ഇതാണ് ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് ചോദിക്കുന്നത്. സൈന്യം എവിടെ പോയി എന്നുള്ളതാണ് ചോദിക്കുന്നത്. 4 മിസൈലുകൾ മൗലാന മസൂദ് അസർ ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ വീണു എന്നുള്ളതാണ് പറയുന്നത്. അതായത് മൗലാന മസൂദ് അസറിന്റെ കെട്ടിടം തന്നെയാണ് ഇത്. ഈ മർക്കസിലാണ് കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷം മസൂദ് അസറിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ കാര്യങ്ങൾ അവിടെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. മസൂദ് അസറിന്റെ താമസ സ്ഥലം തന്നെയാണ് ഇവിടം. ഇതാണ് ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ജെയ്ഷെ മുഹമ്മദ് എന്നറിയപ്പെടുന്ന മർക്കസ് ഇത് തന്നെയാണ്. അവിടെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായ കാര്യം ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സേന അല്പം മുമ്പ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ചതാണ്. പക്ഷേ മസൂദ് അസർ എവിടെ, ആ കൊടും ഭീകരൻ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. അത് തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണം മുന്നിൽ കണ്ട് അസദിനെ കൂടുതൽ സുരക്ഷ നൽകി പാകിസ്ഥാൻ മാറ്റിയെന്ന ചില അഭ്യൂഹങ്ങൾ കൂടി തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇതുണ്ടാവുന്നത്. എന്തായാലും അസദ് എവിടെയെന്ന ചോദ്യം ഉണ്ടാവുകയാണ്. അസദ് കൊല്ലപ്പെട്ടോ എന്ന ചോദ്യം കൂടി ഉയർത്തിവിടാം. എന്തായാലും ഇതിൽ പാകിസ്ഥാൻ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ആ ദൗത്യമാണ് ഇപ്പോൾ അസദിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എന്തുകൊണ്ട് ബാവൽപൂർ തെരഞ്ഞെടുത്തു ആക്രമണത്തിന് എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങൾ നമുക്ക് നൽകാനുണ്ട്. ഒന്ന്, തന്ത്രപ്രധാനമായ ഇടമാണ്. പാകിസ്ഥാനിലെ 12ാമത് വരുന്ന ഏറ്റവും വലിയ പട്ടണങ്ങളിൽ 12ാം സ്ഥാനമുള്ള ഒരു ഇടമാണ് എന്ന് മാത്രമല്ല, ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുടെ കേന്ദ്രം, ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ കേന്ദ്രമാവുന്ന ഇടം, ഒപ്പം തന്നെ കറാച്ചിയിൽ നിന്നും 400 കിലോമീറ്റർ ദൂരമുള്ള ഇടം, ഇങ്ങനെ നിരവധി ഇന്ത്യ അതിർത്തിയിൽ നിന്ന്, ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള കേന്ദ്രമാണ്. അവിടെയാണ് മർക്കസ് സുബാനുള്ള ബഹാവൽപൂരിലെ ആ കേന്ദ്രം കൃത്യമായിട്ട് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മസൂദ് അസറിനെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. മസൂദ് അസറിനെതിരെയുള്ള ഒരു ആക്രമണം കൂടിയായിരുന്നു. പക്ഷേ മസൂദ് അസദ് എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. മസൂദ് അസറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. സഹോദരി കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, പെഹൽഗാമിന് മാത്രമല്ല കാന്തഹാറിന് കൂടി നമ്മൾ മറുപടി പറയാനും കൂടിയാണോ ഈ സൈനിക നീക്കം കൂടി ലക്ഷ്യമിട്ടത് എന്ന ചോദ്യം കൂടി വരികയാണ്. അസദിനെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക നീക്കം. അസദിന്റെ കേന്ദ്രങ്ങളിലേക്ക്, മൗലാന അസദിന്റെ കേന്ദ്രങ്ങളിലേക്ക്, ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ നീക്കം നടക്കുന്നു. അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അപ്പുറമുള്ള ഇന്ത്യയുടെ ഭൂപ്രദേശത്തു നിന്നും 100 കിലോമീറ്റർ അപ്പുറമുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാന ഇടത്തേക്ക് മിസൈൽ വർഷിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിൽ നമ്മുടെ സൈനിക ശക്തിയുടെ വിജയം, നീക്കങ്ങൾ എന്താണ് പാകിസ്ഥാന് പറയാനുള്ള മറുപടി? അവിടെ പ്രദേശവാസികൾ തന്നെ സൈന്യത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എവിടെ സൈന്യം എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇന്ത്യൻ മിസൈലുകൾ വീണ് അവിടെ തകരുമ്പോൾ എവിടെ സൈന്യം എന്ന ചോദ്യം ഉയരുന്നു. മജീഷ, ഒരുപക്ഷെ പ്രാദേശികമായി പാകിസ്ഥാൻ സർക്കാർ നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. കാരണം രാഷ്ട്രീയപരമായി ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കും തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം എങ്ങനെ തിരിച്ചടിക്കാൻ എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ ഇനി പാകിസ്ഥാൻ അടിക്കാൻ നിന്നാൽ, ഇന്ത്യ തിരികെ വീണ്ടും അടിച്ചാൽ അത് താങ്ങാൻ പാകിസ്ഥാന് കഴിയുമോ, അതിന് ശേഷിയുണ്ടാകുമോ? അല്ല, പാകിസ്ഥാൻ ഇപ്പോൾ ഇരവാദം തന്നെയാണ് തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മസൂദ് അസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2016 പഠാൻകോട്ട് ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തന്നെ മസൂദ് അസറിനെ കുറ്റവാളിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ വാദം. പക്ഷേ വെളിയിലേക്ക് അത്തരം വാർത്തകളാണ് വരുന്നത് എങ്കിൽ പോലും മസൂദ് അസറിന് ഒളിത്താവളം ഒരുക്കുന്നത് പാക് സർക്കാരാണ്, സൈന്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇയാൾക്കെതിരെ ഇന്ത്യ ആക്രമണത്തിന്റെ പല ചരിത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആവശ്യമുള്ള കുറ്റവാളികളുടെ പട്ടികയിൽ ഒന്നാമതുള്ളയാളാണ് മൗലാന മസൂദ് അസർ. ഒരിക്കൽ ഇന്ത്യക്ക് തിരികെ കൊടുക്കേണ്ടി വന്നതാണ് മസൂദ് അസറിനെ. ആ മസൂദ് അസറിനെ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. മസൂദ് അസർ അവിടെ ഉണ്ടായിരുന്നു. സുബാൻ അള്ള എന്നുള്ള ഈ മർക്കസിൽ, അത് ജെയ്ഷെ മുഹമ്മദിന്റെ
ഓപ്പറേഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ മസൂദ് അസർ മാത്രമല്ല, മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും താമസിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം അസർ അവിടെ നിന്ന് മാറിയിട്ടുണ്ടോ, അസറിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ മാറ്റിയിട്ടുണ്ടോ എന്ന കാര്യമേ അറിയാനുള്ളൂ. ഇപ്പോൾ കേണൽ രാജീവ് മണാലി കൂടി ചേരുകയാണ്. ശ്രീ രാജീവ് അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുൻപ് കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 9 കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി, പാകിസ്ഥാനിൽ വലിയൊരു ആക്രമണം ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തി എന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും താവളങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യം സൈന്യം അറിയിച്ചു കഴിഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെ ആരൊക്കെയാണ്, ഏതെങ്കിലും പ്രമുഖരായ ഇന്ത്യ തേടുന്ന ഭീകരർ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ ബാക്കിയുള്ളത്. എത്ര ഭീകരരെയാണ് വധിച്ചത് എന്നുള്ള കാര്യവും ഇപ്പോൾ കൃത്യമായ കണക്ക് വന്നിട്ടില്ല, അല്ലേ? യെസ്, കണക്ക് വന്നിട്ടില്ല. അതിൽ വ്യക്തത ഉണ്ടാവേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ശരിയാണ്. ഇയാൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഇക്കാര്യത്തിൽ ഉണ്ടോ? 10 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മൗലാന മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങൾ, സഹോദരി അടക്കം കുടുംബാംഗങ്ങളായ 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയുള്ള പ്രത്യാക്രമണത്തിൽ ഇന്ത്യ തിരയുന്ന ഭീകരൻ മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അവരുടെ ആസ്ഥാനത്തിന് നേരെ തന്നെയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ബാലൻപൂരിലെ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ ഏതായാലും 10 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതാണ് ഈ നിമിഷത്തെ, ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ എന്ത് ലക്ഷ്യം വെച്ചോ അത് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. മൗലാന മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളായ 10 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷം. കാരണം ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാനിൽ 1971 ശേഷം, യുദ്ധത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നുകൊണ്ട് ഒരു ആക്രമണം നടത്തിയത് ആദ്യമായിട്ടായിരുന്നു. ഈ 4 സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു. ഈ 4 സ്ഥലങ്ങൾ, അതായത് ഭീകര ക്യാമ്പുകൾ തന്നെയായിരുന്നു ഈ 4 കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചത്. അതായത് പാകിസ്ഥാനിൽ ലക്ഷ്യം വെച്ച ഒന്ന് സർജാൽ ക്യാമ്പ്, അത് സിയാൽകോട്ട്. ഈ സർജാൽ ക്യാമ്പാണ് ഹിസ്ബുളിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. മെഹ്മൂന ജോയ അതാണ് ഹിസ്ബുളിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. മർക്കസ് തൈബയാണ് ഇത്തരത്തിൽ ഹാഫിസ് സയ്യിദിന്റെ ഒക്കെ തന്നെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അങ്ങനെ മർക്കസ് സുബനല്ലയാണ് ബഹാവൽപൂരിൽ പ്രവർത്തിക്കുന്നത്. അതാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. ഇത് വലിയ ഏക്കർ കണക്കിന് വരുന്ന ഒരു കോംപ്ലക്സ് ആണ്. അവിടെ പരിശീലന കേന്ദ്രമുണ്ട്, മതപഠന കേന്ദ്രമുണ്ട്, വീടുകളുണ്ട്. അങ്ങനെ വലിയൊരു കോംപ്ലക്സ് ആണ് ഈ സ്ഥലം. അവിടെയാണ് ഇന്ത്യ ഏതായാലും തെരഞ്ഞെടുത്ത് ആക്രമണം നടത്തിയിരിക്കുന്നത്. മൗലാന മസൂദ് അസറിന്റെ സഹോദരി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ മിനിറ്റിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് 2001 ശേഷം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പല ആക്രമണങ്ങളും നടത്തിയിട്ടുള്ളത് ജെയ്ഷെ മുഹമ്മദാണ്. 2001 പാർലമെന്റ് ആക്രമണം നടക്കുന്നു. 2016 പട്ടാൻകോട്ടിൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടക്കുന്നു. 2019 പുൽവാമയിൽ ആക്രമണം നടക്കുന്നു. ഈ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ ജെയ്ഷെ മുഹമ്മദിന് വലിയ പങ്കുണ്ട്. അങ്ങനെ ഇന്ത്യ തിരയുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ എണ്ണിയാലൊടുങ്ങാത്ത ആക്രമണം നടത്തിയ ഭീകരന്റെ താവളം തന്നെ ഇപ്പോൾ സൈന്യം തകർത്തിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ തകർത്തിരിക്കുന്നു. ഇപ്പോൾ 10 പേർ ഏതായാലും കൊല്ലപ്പെട്ടിരിക്കുന്നു. മൗലാന മസൂദ് അസറാകട്ടെ എവിടെ എന്ന കാര്യം ഇപ്പോൾ ഒരു വിവരവും ലഭിക്കുന്നുമില്ല.